ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കഥ കേൾക്കാം. ഒരിക്കൽ ഒരച്ഛൻ തൻ്റെ മകനെ വിളിച്ച് അവൻ്റെ ഒരു കയ്യിൽ ഒരു കരിക്കട്ടയും മറ്റേ കയ്യിൽ ഒരു ചന്ദനത്തിരിയും കൊടുത്തിട്ട് കുറച്ച് സമയം അത് മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുവാൻ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് താഴെ ഇടുവാൻ അച്ഛൻ പറഞ്ഞു. പിന്നീട് കരിക്കട്ട പിടിച്ചിരുന്ന കൈ പിടിച്ചു നോക്കി ഇട്ട് ആ കയ്യിലെ കറുത്ത പാട് അവനെ കാണിച്ചു. അതുപോലെ ചന്ദനത്തിരി പിടിച്ചിരുന്ന കൈയെ ഒന്ന് മണത്ത് നോക്കുവാൻ പറഞ്ഞു. അതിന് നല്ല ചന്ദനത്തിൻ്റെ മണമുണ്ടെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു, സുഹൃത്തുക്കളെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണമെന്ന് പഠിപ്പിക്കുവാനാണ് ഞാനിത് നിന്നെ കൊണ്ട് ചെയ്യിച്ചത്. നീ ആരോടൊപ്പം ആയിരിക്കുന്നുവോ അതുപോലെ നീയുമായിത്തീരും എന്ന് നീ ഇതിൽ നിന്ന് പഠിക്കണമെന്ന് അച്ഛൻ ആ മകന് ഉപദേശവും കൊടുത്തു. എന്താണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം? ആരിലൂടെ ജനിക്കുന്നു എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, എന്നാൽ ആരുടെ കൂടെ ജീവിക്കുന്നു എന്നത് സ്വയം തീരുമാനിക്കുകയാണ് നാം. ജന്മം നന്നായിട്ടും ജീവിതം പാഴാക്കുന്നവരും ജന്മം അശുഭകരമായിരുന്നിട്ടും ജീവിതം അത്ഭുതകരമാക്കുന്നവരുമുണ്ട്. ചിറകുകളുള്ളവരുടെ കൂടെ ആയിരുന്നാൽ ആകാശത്ത് വിഹരിക്കാം. ഉരകങ്ങളുടെ കൂടെ ജീവിച്ചാലോ മണ്ണിലിഴയാം. ഇരുകാലികളോടൊപ്പം വളർന്നാൽ തല നിവർത്തി നിൽക്കാം. നാൽക്കാലികളോടൊപ്പം വളർന്നാലോ തല താഴ്ത്തി നിൽക്കാം. സഹചാരികൾക്കുള്ള സവിശേഷതകൾ നമുക്കും ഉണ്ടാകും. മുല്ലപ്പൂ മണം ഏറ്റുകിടക്കും കല്ലിനുണ്ടാം സൗരഭ്യമെന്ന് പഴമൊഴി കേട്ടിട്ടില്ലേ? സഹവാസം സ്ഥിരവാസമാകുമ്പോഴാണ് എന്നും വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുന്നത്. കണ്ടുമുട്ടുന്നവരെല്ലാം അനുഭവങ്ങൾ തരും, ചിലർ മാത്രമേ അടയാളങ്ങൾ തരികയുള്ളൂ. എല്ലാവരിൽ നിന്നും പഠിക്കുന്നതിന് അപാകതയൊന്നുമില്ല. എന്നാൽ സ്ഥിരരേഖകൾ കോറിയിടാൻ അയോഗ്യരായവരെ അനുവദിക്കരുതെന്ന് ഓർക്കണം. മനസ്സുകൾ കീഴടക്കുന്ന സൗഹൃദം സുഗന്ധമുള്ള പുഷ്പം പോലെയാണ്. കൊഴിഞ്ഞു വീണാലും ആ ഓർമ്മകളുടെ സൗഹൃദം ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും എന്ന ഒരു ചിന്തകൻ കുറിക്കുന്നു. ഇതെത്ര വാസ്തവമാണ്. ഒരാൾ എങ്ങനെയുള്ളവനാണെന്നറിയാൻ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് അറിഞ്ഞാൽ മതിയെന്ന് പറയാറുണ്ട്. കാരണം നമ്മോടടുത്ത് ഇടപെടുന്നവർ നമ്മുടെ പ്രവൃത്തികളിലും ശീലങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് തങ്ങൾ അകപ്പെട്ടു പോയ ചങ്ങാത്തത്തിൽ നിന്നും പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്നത്. ഗുണനിലവാരമുള്ള സുഹൃത്ത് വലയമാണ് ഗുണനിലവാരമുള്ള ഒരു ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളും ചിന്തകളും പകർന്നു തരുന്നവരോടുകൂടി ജീവിതത്തിൻ്റെ വിലയേറിയ സമയം നമ്മൾ ചിലവഴിക്കുവാൻ ശ്രദ്ധിക്കണം. സദൃശവാക്യം 13:20 പറയുന്നത് ഇപ്രകാരമാണ്: ജ്ഞാനികളോട് കൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരുമെന്ന്. ഈ തിരുവചനം എപ്പോഴും നമ്മുടെ ജീവിത വഴികളിൽ വഴിവിളക്കാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.